അനസ് പറയാണ്, ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ ചെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭാഗത്ത് രണ്ടും ജാബിർ തങ്ങളാണോ അനസാണെന്ന് എനിക്ക് ഓർമ്മ. ജാബിർ എന്നെ ഓർമ്മ, റളിയല്ലാഹു അൻഹു, ജാബിർ എന്നെ ഓർമ്മ. ഞാൻ റസൂലുള്ളാഹിന്റെ വാതിൽക്കൽ പോയി മുട്ടി. അങ്ങനെ റസൂലുള്ളാഹി വാതിൽ തുറന്നു. നോക്കുമ്പോൾ റസൂലുള്ളാഹിനോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി പുറത്ത് നിന്നു. റസൂലുള്ളാഹിൻ്റെ ഈ രണ്ട് ഭാഗത്ത് ഒരു പുതപ്പിട്ട് മൂടിയിട്ടുണ്ട്, കഴുത്തിൽ നിന്ന് ഇങ്ങനെ പുതപ്പിട്ടുണ്ട്. ഈ രണ്ട് ഭാഗത്ത് തടി കൂടിയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ റസൂലുള്ളാഹിക്ക് എന്തോ നീർക്കട്ടം വന്നതുപോലെ എനിക്ക് ഈ ഭാഗത്ത് തോന്നി. അപ്പം ഞാൻ റസൂലുള്ളാഹിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ഫമഹാദായ റസൂലുള്ളാഹി, എന്താ ഈ ഭാഗത്ത് രണ്ട് സൈഡിലും എന്താ കൂടിയത് എന്ന് വെച്ചു. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസാല, ആ പുതപ്പിനെ റസൂലുള്ളാഹി അവിടെ നീക്കി. അപ്പോൾ ഫൈദാഹു ബിൽ ഹസനി ഫൈദാഹു ബിൽ ഹുസൈൻ. അപ്പോൾ പറ്റി പിടിച്ചിരിക്കുക രണ്ട് കുട്ടികൾ ഈ രണ്ട് സൈഡിലും. മനസ്സിലായി? സുജൂദ് ചെയ്യുമ്പോൾ കുട്ടിയെ തോളിൽ നിറക്കി വെക്കും. സുജൂദ് കഴിഞ്ഞ് ഖിയാമിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെയും കുട്ടീനെ തോളിൽ കയറ്റി വെക്കും. കുട്ടീനെ തോളിൽ ഇരുത്തിയിട്ട് നിസ്കരിക്കുക. ആര്? നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന നിസ്കാരം ശരിയാകുമെന്നാണ്. നിസ്കാരം പഠിപ്പിച്ച ആളത് ഒക്കെയാണ് നമ്മൾ വേച്ചാറ്. നമുക്ക് ഭാര്യയോട് ഒരു ചുംബിച്ച് ഓളന്ന് സന്തോഷിപ്പിച്ച് പുറത്തു വന്നാൽ നമ്മൾ ഒതുമുറിയൊന്നും നമ്മൾ വേച്ചാറ്. ഒതുമുറിഞ്ഞോട്ടെ എങ്ങായി, ഈ തൽക്കാലം ഉളുക്കാൻ വെള്ളം കിട്ടിയില്ല, എന്നാലും ആ ഉളുവിനേക്കാൾ എനിക്ക് കൂലി തിരടിക്കും. കാരണം ആ പെണ്ണ് സന്തോഷിച്ചു. വൈകുന്നേരം വരെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച് പോയി. പിന്നെ സന്തോഷിച്ചു. വേറൊരു സുറൂറും തുദഖിലുഹു ഫീ ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്ന സന്തോഷമാണ് എന്ത്? അതാണ് ദീന്. അതാണ് ദീന്. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അല്ല ദീനിറങ്ങൾ ഈ അലക്കി തെച്ച് നിസ്കാരം നോമ്പ് പറഞ്ഞ് നടക്കണ്ട. അതൊക്കെ വേണം ദാനം. പിന്നെ എന്താ നമ്മളെ വാതിൽ തുറക്കാത്തത്? മറ്റുള്ള വാതിൽ നമ്മൾ മറ്റുള്ളവർക്ക് പോയി മുട്ടാൻ. ഈ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് ഒരാളൊരു ആവശ്യം പറഞ്ഞാൽ അയാളെ കൂടെ നടന്നു പോകലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പോൾ ഇഅ്തികാഫിൻ്റെ മാസം വരാൻ പോകണം. ഇഅ്തികാഫിനേക്കാളും നല്ല കാര്യമുണ്ട്. ഒല അൻ അംഷിയ, ഞാൻ നടക്കൽ, മഅറജുലിൻ, ഒരാളോട് കൂടെ, ഫി ഹാജത്തില്ലഹു, അവൻ്റെ ഒരു ആവശ്യത്തിന്. ഓന് രാവിലെ വില്ലേജ് പോകണം. നമ്മൾ ഇഅ്തികാഫിന് വന്നതുമാണ്. വില്ലേജിൽ നമ്മൾ പോയി വില്ലേജ് ഓഫീസറോ മറ്റോ ഓഫീസറിലോ ഒരാളെ നമുക്ക് പരിചയമുണ്ട്. ഓൻ കുറേ ദിവസം നടന്നിട്ട് ഓന് കിട്ടിയില്ല, അല്ലെങ്കിൽ ഓനെ നമ്മൾ വന്നാലേ വേഗം കിട്ടും എന്നോനൊരു വിശ്വാസം. അപ്പോൾ നിങ്ങളൊന്ന് വില്ലേജ് ഓഫീസിലേക്ക് വരുമോ? നമ്മൾ എന്തിനു വന്നതാണ്? ഇഅ്തികാഫിന് വന്നതാണ്. റമളാൻ മാസമല്ലേ. ഒല അൻ അംഷിയ, മുസ്തഫ നബി പറയാം, ഒല അൻ അംഷിയ, ഞാൻ നടന്നു പോകൽ, മഅറജുലിൻ, ഒരാളോടുകൂടെ, ഫി ഹാജത്തില്ലഹു, എഴുതിയേക്കണം, ഹദീസ് എഴുതിയേക്കണം കേട്ടോ. ഒല അൻ അംഷിയ മഅറജുലിൻ ഫി ഹാജത്തില്ലഹു, ഒല അൻ അംഷിയ, ഞാൻ നടന്നു പോകൽ, നടക്കൽ, നടന്നൊടുക്കൽ, മഅറജുലിൻ, ഒരാളോടുകൂടെ, ഫി ഹാജത്തില്ലഹു, അവൻ്റെ ഒരു ആവശ്യത്തിന്. എൻ്റെ ആവശ്യമില്ല, ഓൻ്റെ ആവശ്യം. എനിക്കൊരു ആവശ്യമില്ല. ഞാൻ ആ വാർഡിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. മത്സരിക്കാൻ വിചാരിച്ചാലൊക്കെ നടന്നു കൊടുക്കും. അതല്ല, എനിക്കതിൽ ആവശ്യമില്ല. ആവശ്യം ആർക്കാണ്? ഞാൻ അവിടെ വിദൂരമായ ആവശ്യം പോലും ഇല്ല. ഓൻ്റെ അടുത്ത് 4 വോട്ടുണ്ടാക്കണം എന്ന് പോലും എനിക്ക് ഉദ്ദേശമില്ല, ഒന്നുമില്ല. ഫി ഹാജത്തില്ലഹു, അവൻ്റെ ഒരു ആവശ്യത്തിന് അവൻ്റെ കൂടെ നടന്നു കൊടുക്കലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം. മിൻ അൻ അഅ്തകിഫ, ഞാൻ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ, ഫി ഹാദൽ മസ്ജിദി, ഈ പള്ളി. ഏത് പള്ളി? മസ്ജിദ് നബവിയിൽ. അങ്ങനെയുണ്ട്. 1000 റക്അത്തിനേക്കാൾ നല്ലതെന്നുണ്ട്. പിന്നെ 12 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ നല്ലതെന്നും കണ്ട്. ഞാൻ ഓർമ്മ ഹദീസിന് കൃത്യമായി വരാത്തതുകൊണ്ട് ഞാനത് പറയാത്തത്. അങ്ങനെയുമുണ്ട്.